അത് കണ്ണ് മാതിരി അത് ബണ്ണ് മാതിരി അത് ജിന്ന മാതിരി ബോധയത്തത്. ഇത് രസമായിട്ടല്ലേ അവരത് ചെയ്തത്. അത് കണ്ണ് മാതിരി ഇങ്ങനെയുള്ളവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് അവരുടെ എക്സ്പ്രഷൻ കാരണം നമുക്കൊന്ന് ചിരിക്കാനെങ്കിലും പറ്റുന്നില്ല. അത് തന്നെ ഒരു വലിയ കാഞ്ചന. എന്റെ എല്ലാ വീഡിയോ കാണുന്നതോടെ ഞാൻ പറയാറുണ്ട് ഹെഡ്സെറ്റ് വെച്ചാൽ കാണാവുള്ളൂ വെച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. എന്തിനാണ് ഇത്? ഉണ്ടക്കണ്ണിയുടെ അണ്ടിക്കണ്ണം തന്നെ. പുളി വായിലിട്ടിട്ടാണോ മണ്ട വീഡിയോ എടുക്കുന്നത്? കാറ്റടിച്ച പിക്കിളി ആയാൻ തോന്നുന്നു. ഇവന് പറ്റിയ പാട്ട് ഇതല്ല. ഇവന് വേണ്ടിയുള്ള പാട്ടിട്ട് കൊടുക്കും. ക്യൂട്ട്നെസ് വാരി വെതറിയതാ അല്ല ചേട്ടാ. പക്ഷെ ഇത് കഥ വേറെയാടാ. കൊച്ചു കുഞ്ഞു ഉശിരി കാണിച്ച് ഊരുതണ്ടി ഉണ്ടാക്കിയാ വന്നത്. അല്ല അതൊക്കെ പോട്ടെ. ഈ ചെവിയിൽ എന്താ രാജേട്ടാ വെച്ചേക്കുന്നത്? റേഡിയോയോ? വടക്കൻ വീട്ടിൽ ആണായിട്ട് ജനിച്ച നീ അടക്കമുള്ള 9 എണ്ണത്തിന്റെ സമ്പാദ്യം കൂട്ടിവെച്ചാലും മതിയാകില്ല. എന്നായിരുന്നു 100 രൂപ? അതൊന്നല്ല 9 അല്ല 10 മടങ്ങെങ്കിലും വരും. ഒരു വിറ്റ കാശ് കൊണ്ട് ഒരു റേഡിയോ തന്നെ മേടിച്ച് ചെവിയിൽ വെച്ച്. അന്ന് ഇതൊക്കെ കാണുമ്പോൾ മാസമായിരുന്നു. ഇന്ന് കാണുമ്പോൾ നമുക്ക് ചിരി വരുക. തെറ്റ് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ ഈ വക സാധനങ്ങളൊക്കെ വെച്ചാൽ നടക്കത്തില്ലേ? ഇത് കുറെ നാൾ കഴിയുമ്പോഴേക്കും ആൾക്കാർ നമുക്ക് ചിരിക്കും. ഞാൻ കാര്യത്തിൽ പറഞ്ഞതാ. അതിനാടാ നിന്റെ ചെവിയില് സിഗരറ്റാ? ആ സിഗരറ്റ് കൊണ്ടേ കടയിൽ കൊടുത്ത നീ കൊച്ചു പ്രായത്തിൽ സിഗരറ്റ് വലിക്കാൻ പോലും അറിയത്തില്ല. കണ്ടില്ലേ ചെവി കുത്തി വെച്ചേക്കുന്നത്? കടയിലേക്ക് എന്തോ ഞാൻ കാണിക്കുന്നേ? നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചിരി പൂമ്പാറ്റ മലരെ. അവൻ അങ്ങോട്ട് നടക്കുന്നു, അവൻ കുറച്ചു നേരം ഇങ്ങോട്ട് നടക്കുന്നു, പിന്നെ അവൻ അപ്പുറത്തെ ബൈക്കിലിരിക്കുന്നു. ഇവന് സ്വന്തമായിട്ട് വണ്ടി പോലും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടവരുടെ വണ്ടിയിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. വണ്ടിയുടെ ഓണർ വന്ന അവസാനം അടിച്ച് ചെപ്പത്തിരിക്കുമെന്ന് തോന്നുന്നു. സിഗരറ്റ് കൊണ്ടേ കടയിൽ കൊടുത്താ സിഗരറ്റും ചെവി വെച്ചോണ്ട് ഇറങ്ങിയേക്ക്. അടുത്തത് വന്നിട്ടുണ്ട്. അവൻ എന്നെ കൈ കാണിക്കുന്നേ. വയ്യടാ നിനക്ക്. അതിന് പാപ്പം കൊടുക്കുന്നു. എന്നാ കാണിച്ചത്? എന്തോ കാര്യമായിട്ട് കാണിക്കുന്നുണ്ട് ചെറുക്കൻ. തേച്ചരച്ച് കുളിക്ക്. AK-47 റീലോഡ് ചെയ്തിട്ടുണ്ട്. സെറ്റ് സാധനം. നിനക്ക് ദൈവം ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട് മോനെ. ആ കഴിവുകൾ നീ ദൈവത്തിലേക്ക് തിരിച്ചു കൊടുക്ക്. സംഭവം കൊള്ളാം. മറ്റേ മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് കാണിക്കാൻ നോക്കിയതാണ്. പക്ഷെ കഴിവ് നീ ദൈവത്തിലേക്ക് തിരിച്ചു കൊടുക്ക് കേട്ടോ. ഇമ്മാതിരി അപരാധം കാണിക്കരുത്. പൊക്കോ. അടുത്തവൻ വന്നിട്ടുണ്ട്. എന്നാ പറ്റി? കാട്ടാൻ പറ്റുമെന്ന് തോന്നുന്നു കയ്യില്. ഇതവന്റെ അഭിനയാണെങ്കിൽ മേലെ അവനോട് അഭിനയിക്കരുതെന്ന് പറഞ്ഞു. ആരെങ്കിലും ഇത് അവനൊന്ന് പറഞ്ഞു കൊടുക്ക്. എന്നെ തടയി കാണിച്ചു വെച്ചേക്കുന്നത്. കുഴപ്പമില്ല, പക്ഷെ അങ്ങോട്ട് ഒത്തില്ല. ഞാൻ വഴിയെല്ലാം നിർത്തിക്കോളാം. പറ്റില്ല. എനിക്ക് ഇത്തിരി പ്രശ്നം കൂടി ബാക്കിയുണ്ട്. എന്ത് പ്രശ്നം? എനിക്കില്ലാത്ത മൂട്ടുമുയിൽ എന്താ പ്രശ്നം? എന്നും എനിക്ക് പ്രശ്നങ്ങൾ തന്നെയല്ലേ? ഡയലോഗ് ചവച്ചരച്ച് തിന്നുന്നു. എനിക്ക് ഇത്തിരി പ്രശ്നം കൂടി ബാക്കിയുണ്ട്. എന്ത് പ്രശ്നം എനിക്കില്ലാത്ത? ഇടയ്ക്ക് ഇച്ചിരി കഞ്ഞോളം കുടിക്ക്. നല്ല കൊച്ചുങ്ങളൊക്കെ അങ്ങനെയാണ്. ഇയാളോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഒപ്ര തീറ്റ നിർത്തി ഡയലോഗ്. ആര് പറഞ്ഞു മ്യാവൂ, ഞാനാ നിങ്ങളെ കാത്ത്. ഒന്നുമില്ല, നിനക്കൊന്നുമില്ലടാ. നിനക്കൊരു എലിപ്പെട്ടി മേടിച്ചു തരുന്നുണ്ട് ഞാൻ. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. അങ്ങനെ കുറച്ചിടം നിനക്ക്. അത് കൊള്ളാം. മതിയാകല. എങ്ങോട്ടാ ഓടുന്നേ? അതെന്ന് കാണിച്ചേ.
ഇത് കാണുന്നില്ലേ ഗാന്ധിജി ഇമാതിരി കാണുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടു. ഇവനെ സൂക്ഷിക്കണം. പറയുന്ന ആളെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. നോക്കട്ടെ, കണ്ണ് കാണാൻ മേലല്ലോ. അവന്റെ വാക്കിന് സൂചിവിനയുടെ മൂർച്ച. ചാത്തന്മാരുടെ മുഖപ്രസാദം നഷ്ടമായിരിക്കുന്നു. മാമൂക്കോയ പൊളി. മാമൂക്കോയ അല്ലത് കൊളപ്പള്ളി അപ്പനാ. കൊളപ്പള്ളി അപ്പൻ, കൊടമ്പുളി അപ്പൻ. കാരണമറിയാത്തൊരു ഉത്കണ്ഠ. ഞാൻ ചിത്രശരമുള്ള എന്ന പേര് സിനിമ നിർമ്മിക്കുന്നത്. താങ്കളെയാണ് ഹീറോ ആയി കാണുന്നത്. കുഴപ്പമില്ലല്ലോ, അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. നിന്നോട് ഞാൻ 2-3 തവണ പറഞ്ഞു പാട്ട് പാടാനുള്ളതാണ്, അതിങ്ങനെ ചവച്ച് തിന്നരുത്. ഇന്നും വരത്തുങ്ങ ഒരു നിമിഷം ആളിങ്ങനെയൊക്കെയാണ് പാടുന്നതെങ്കിലും നമുക്ക് ആ എന്താ പറയാ ഓരോ അക്ഷരങ്ങളും പെറുക്കി പെറുക്കി നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് പാട്ട് പാടുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ലിപ്സിന് കറക്റ്റായിട്ട് കിട്ടും. ഞാൻ വഴിയെല്ലാം നിർത്തിക്കോളാം. ഡാഡി മമ്മി വീട്ടിലില്ല. നല്ല കാര്യം. കളിക്കാനാണെങ്കിൽ ആരുമില്ല. ഞാൻ വരാം. ഹസ്സും പിള്ളേരും മാത്രമേ ഉള്ളൂ. എങ്ങനെ ഷെഡ്യൂളിൽ ചെല്ലാം? എനിക്ക് കുട്ടിയും കോലുമാണ് ഇഷ്ടം. ഒരാളെ കിട്ടി. ഡാഡി മമ്മി വീട്ടിലില്ല, നമുക്ക് കളിച്ചാലോ? മോനുണ്ടെങ്കിൽ പിന്നെ മോനുമായിട്ട് കളിച്ചാ പോരെ. ശരി എന്നാ ഒരു ഭാര്യ എടുത്തിട്ട് ഞങ്ങള് കളിക്കാൻ പോവാ. ഇതൊക്കെ ചുമ്മാ റീൽസിന് വേണ്ടി ചെയ്യുന്നതാണ്, അല്ലാണ്ട് ഈ ചേച്ചി കളിക്കും ഇത് കഴിഞ്ഞിട്ട്. പൊങ്കാലയിടാൻ വന്നേക്കല്ലേട്ടാ, വല്ലാതെ. പൊങ്കാല ഒരിക്കലും ഇടത്തില്ല ചേച്ചി. പക്ഷെ എന്താണെന്ന് മനസ്സിലായില്ല. ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയുന്നേ? ഞാൻ വഴിയെല്ലാം നിർത്തിക്കോളാം. എന്തൊക്കെ കാണും ഓരോ ദിവസം കാണുന്ന. ഈയടാ നീ എന്തിനാടാ ഒളിച്ചിരുന്ന് അലുവ തിന്നുന്നേ? ഒളിച്ചിരുന്ന് അലുവ തിന്നുവാൻ ഇതുപോലെ ഒരെണ്ണം പെങ്ങളുടെ കയ്യിലുണ്ട് ചണ്ട ഓട്ടണത്. നിന്റെ ബാറ്ററി ഞാൻ ഒരു വെക്കും. ഇത് മറ്റേ കളിപ്പാട്ടം പോലെയാണ്. മിതമായ നിരക്കിൽ പാട്ടുകൾ ചവച്ചരച്ച് കൊടുക്കപ്പെടും. നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോവാം ഗൈസ്. അനിറ്റ് അന്ന ജോസഫ് നന്നായിട്ട് പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരി നല്ലൊരു ഡാൻസറൊക്കെ കൂടിയാണ് കേട്ടോ. നിങ്ങൾ പുള്ളിക്കാരുടെ പ്രൊഫൈലൊക്കെ ഒന്ന് കയറി നോക്കണം. സേക്രഡ് ആർട്ട് കോളേജിലാണ് പഠിക്കുന്നത്. സെന്റ് തെരേസാസ് ആണോ സേക്രഡ് ആണോ ഓർമ്മയുള്ള സേക്രഡ് ആർട്ടാണെന്ന് എൻ്റെ വിശ്വാസം. സോ സേക്രഡ് ആർട്ടിലെ സ്റ്റുഡൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ ഓൺ ദ കമന്റ് സെക്ഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടേണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇവിടെ തന്നെ വരുന്നതായിരിക്കും. ബൈ ഫോർ നൗ.